സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളെക്കുറിച്ച്, പ്രത്യേകിച്ച് നടിമാരെക്കുറിച്ചുള്ള അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അനുഭവങ്ങൾ ഇതെല്ലാം പഠിച്ച് റിപ്പോർട്ടായി സമർപ്പിക്കുന്നതിന് വേണ്ടിയാണ് ജസ്റ്റിസ് ഹേമ ചെയർപേഴ്സണായി ഒരു സമിതിയെ നിയമിച്ചത്. അതിൽ സീനിയർ നടി ശാരദ, IAS ഉദ്യോഗസ്ഥയായിരുന്ന വത്സലകുമാരി എന്നീ 3 പേരായിരുന്നു അതിലെ അംഗങ്ങൾ. അവർ പഠിച്ച് കൊടുത്ത റിപ്പോർട്ട് 295 പേജുള്ള റിപ്പോർട്ട്. അതിൽ നിന്നും 63 പേജുകൾ അടർത്തി മാറ്റിയതിനു ശേഷമാണ് ആ റിപ്പോർട്ട് നിരവധി തടസ്സങ്ങളെ അതിജീവിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 2:30 പുറത്തുവിട്ടത്. അവസാന നിമിഷം വരെ ആ റിപ്പോർട്ട് പുറത്തു വരാതിരിക്കുന്നതിന് വേണ്ടി നിയമ നടപടികൾ തുറന്നുകൊണ്ടേയിരുന്നു. എന്നാൽ ആ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ വളരെയധികം വിസ്ഫോടനാർഹമായ ഒരു റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. സിനിമാ മേഖലയിൽ നടിമാര്, വിവിധ റേഞ്ചിലുള്ള നടിമാര്, അവർ അനുഭവിക്കുന്ന വളരെ ക്രൂരമായ പീഡനങ്ങൾ അവ ഓരോന്നോരോന്നായി അക്കം വിട്ട റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നു. 63 പേജ് ഇനിയും ബാക്കിയുണ്ട്. ആ 63 പേജിലായിരിക്കും അതിവിസ്ഫോടനാത്മകമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതും കൂടി പുറത്തു വന്നാൽ ആ മേഖലയെക്കുറിച്ച്, ആ മേഖലയിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പൊതുസമൂഹം ഒരിക്കലും, അല്ലെങ്കിൽ കേരളീയ സംസ്കാരം ഒരിക്കലും നടക്കാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന കാര്യങ്ങളാണ് അതിൽ നടന്നിട്ടുള്ളതായി, സിനിമാ മേഖലയിൽ സ്ത്രീകളുടെ മേൽ, നടിമാരുടെ മേൽ നടന്നിട്ടുള്ളതായി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. അതിപ്പോഴും ആ പീഡനങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ആ മേഖലയിൽ മാഫിയ സംഘങ്ങളുടെ വിളയാട്ടം, അതിൽ എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു 15 ക്രിമിനൽ സംഘങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷേ അവരുടെ പേര് വിവരങ്ങളും ഈ പുറത്തുവിടാതിരിക്കുന്ന 63 പേജുകളിൽ ഉണ്ടാവാം. അതിൽ പറയുന്നത് പ്രമുഖരായ പല നടന്മാരും, അവരെല്ലാം നടിമാരോട് ചെയ്തിട്ടുള്ള ക്രൂരമായ പീഡനങ്ങൾ അത് പുറത്തു പറയുമ്പോൾ ഞെട്ടലുളവാക്കുന്നതാണ്. കേരളം ഞെട്ടിപ്പോകുമെന്നാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത്. ഏതാനും പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രസിദ്ധ സാഹിത്യകാരനായ പ്രൊഫസർ കൃഷ്ണനായ സാർ ഒരിക്കൽ പറഞ്ഞു, ഒരു പ്രസംഗമധ്യേ പറഞ്ഞു, സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവരെ വീട്ടിനകത്ത് കയറ്റാൻ കൊള്ളത്തില്ല. അന്ന് കൃഷ്ണനായ സാറിനെതിരെ വാളെടുത്തവർ, അവരിൽ ചിലരെങ്കിലും ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടാവാം. അവർക്കിപ്പോ എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചാൽ അവരെല്ലാം ഉള്ളിൽ വരിഞ്ഞിട്ടുണ്ടാവും എന്നാണ് പറയാനുള്ളത്. എന്തായാലും കേരളീയ സംസ്കാരത്തിന്, മലയാള സംസ്കാരത്തിന്റെ പാരമ്പര്യത്തിന്, കേരളത്തിന്റെ കുടുംബ കെട്ടുറപ്പിന്, കുടുംബ ബന്ധങ്ങൾക്ക് ഒരിക്കൽ പോലും സഹിക്കാനാവാത്ത കാര്യങ്ങളാണ് ആ ജസ്റ്റിസ് ഹേമ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത്. സിനിമാ മേഖലയിൽ നടക്കുന്ന കാര്യങ്ങളിൽ പലതും പുറത്തു പറയാൻ കഴിയില്ല. അത്ര സുതാര്യമായിട്ടുള്ള കാര്യങ്ങളല്ല സിനിമാ മേഖലയിൽ നടക്കുന്നത് എന്ന് ഏറെക്കുറെയൊക്കെ സിനിമയുമായി ബന്ധമില്ലാത്തവർക്കും അറിയാം. അതൊന്നും ആരും പരസ്യമായി പറയുന്നില്ല എന്ന് മാത്രം. എന്നാൽ സിനിമ മാത്രമല്ല, സീരിയൽ രംഗത്തും ഇത്തരം ദുരനുഭവങ്ങൾ നടിമാർക്ക് ഉണ്ടാകുന്നുണ്ട്. പലരും മാന്യത കരുതി, കുടുംബത്തിന്റെ ഭദ്രത കരുതി
പുറത്തു പറയാത്തതാണ്. മാത്രമല്ല, തങ്ങളുടെ അവസരം നഷ്ടപ്പെടുമെന്നുള്ള ഭീതിയും അതുമൂലം തങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വരുമാനം ഇല്ലാതാവുമെന്നുള്ള ഭയവും നടിമാരെ അതിനെതിരെ പ്രതികരിക്കുന്നതിൽ നിന്നും പിന്തിരിപ്പിച്ചിട്ടുണ്ടാവാം. വളരെ നിസ്സാരമായ കാര്യത്തിന് പോലും കേസെടുക്കുന്ന കേരളം ഒരു സ്ത്രീയെ 2 മിനിറ്റ് സമയം അനാവശ്യമായി നോക്കിയാൽ കേസെടുക്കാനും അറസ്റ്റ് ചെയ്യാനും നിയമമുള്ള കേരളത്തിലാണ് ഇത്തരം അതിക്രൂരമായ പീഡനങ്ങൾ നടിമാർക്ക് നേരെ നടത്തിയിട്ടുള്ളത്. അതിൽ പ്രമുഖ നടന്മാരുണ്ട്, അതിന് കൂട്ടുനിന്നിട്ടുള്ള സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രഗത്ഭരുണ്ട്. ആ റിപ്പോർട്ടിൽ തന്നെ പറയുന്നു, അതിൽ അറിയപ്പെടുന്ന പ്രമുഖരായ സംവിധായകരുണ്ട്, നിർമ്മാതാക്കളുണ്ട്, നടന്മാരുണ്ട്, പ്രൊഡക്ഷൻ കൺട്രോളറുണ്ട്. അങ്ങനെ ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന പലരും ഇതിലെ പങ്കാളികളാണ്. പ്രൊഡക്ഷൻ കൺട്രോളർ ആണ് പല കാര്യങ്ങളും നിശ്ചയിക്കുന്നത്, പല പ്രവർത്തികളും ചെയ്തു കൊടുക്കുന്നത്. മാത്രമല്ല, സിനിമാ മേഖലയിൽ നടക്കുന്ന എല്ലാ വെട്ടിപ്പുകളും അതിൽ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്ന, ഉദാഹരണം, പ്രൊഡക്ഷൻ കോസ്റ്റ് 1 കോടി രൂപയാണെങ്കിൽ അതിൽ പകുതിയോളമെങ്കിലും അനാവശ്യ ചെലവുകളും അതുപോലെ തന്നെ വെട്ടിപ്പുകളും മറ്റുമൊക്കെ ആണ്. ഇതെല്ലാം എല്ലാവർക്കും അറിയാമെങ്കിൽ തന്നെയും റിപ്പോർട്ടിൽ പറയുന്നത് പോലെ ഒരു മാഫിയ സംഘമാണ് മലയാള സിനിമാ മേഖലയെ നിയന്ത്രിക്കുന്നത്, നയിക്കുന്നത്. അത് എത്ര കാലമായി വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാവാം ഈ റിപ്പോർട്ട് പുറം ലോകം കാണാതിരിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ 4.5 വർഷക്കാലം ആരെല്ലാം ചരട് പിടിച്ചു എന്നുള്ളത് പുറത്ത് അറിയാൻ കഴിയുമെങ്കിൽ അതിൽ പല പ്രമുഖരും ഉണ്ടാവും. ആ സിനിമാ മേഖലയിൽ ഉള്ളവർ മാത്രമല്ല, രാഷ്ട്രീയ മേഖലയിലും ബിസിനസ് മേഖലയിലും ഉള്ളവരുണ്ടാവും. കാരണം നടിമാർക്ക് നടന്മാരിൽ നിന്ന് അനുഭവിക്കുന്ന പീഡനങ്ങൾ കൂടാതെ ചില രാഷ്ട്രീയ നേതാക്കളിൽ നിന്നും ബിസിനസ്സുകാരിൽ നിന്നും എന്തിന് സിനിമയ്ക്ക് പണം കടം കൊടുക്കുന്ന മാർപാടികളിൽ നിന്ന് പോലും പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. പലപ്പോഴും അവര് നിശബ്ദമായി എല്ലാം സഹിക്കുന്നത് തങ്ങളുടെ പേര് നിലവിലുള്ള പ്രസക്തിക്ക് കളങ്കം ഉണ്ടാകുമെന്ന് ഭയന്നിട്ടും വന്നുകൊണ്ടിരിക്കുന്ന നിലവിലെ വരുമാനം നിലച്ചു പോകുമെന്ന് ഭയന്നിട്ടും അവസരങ്ങൾ നഷ്ടപ്പെടുമെന്ന് ഭയന്നിട്ടും ഒക്കെയാണ് നടിമാർ തങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ, പീഡനങ്ങൾ നാളിതുവരെ പുറത്തു പറയാതിരുന്നത്. ആ ഹേമ കമ്മീഷന് മുന്നിൽ തന്നെ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾ, നടിമാർ എല്ലാവരും തന്നെ മൊഴി കൊടുക്കാൻ ധൈര്യപ്പെട്ടിട്ടില്ല. പലരും ജീവഭയം കൊണ്ടും കുടുംബത്തിന്റെ ഭദ്രത ഓർത്തുമൊക്കെയാണ് അവർ നിശബ്ദമായി എല്ലാം സഹിക്കാൻ നിർബന്ധിതരാകുന്നത്. ഇന്ന് ഏറെക്കുറെയൊക്കെ പുറത്തു വന്നിരിക്കുന്നു. ആ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ നമുക്ക് നോക്കുമ്പോൾ തന്നെ ഇത്രത്തോളം ഭീകരമായ സംഭവങ്ങളാണ് സിനിമാ മേഖലയിൽ പ്രത്യേകിച്ചും നടിമാർ അനുഭവിക്കേണ്ടി വന്നത്. നിരവധി പോക്സോ കേസുകൾ എടുക്കേണ്ടുന്ന നിലയിലുള്ള പീഡനങ്ങൾ പോലും സിനിമാ മേഖലയിലെ നടിമാർക്ക്, പ്രായപൂർത്തിയാവാത്ത നടിമാർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നാണ് ആ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. ഇതിങ്ങനെ തുടരാൻ അനുവദിച്ചാൽ ഈ രംഗം ഒരു വല്ലാത്ത, അതിന് പുതിയ പേരുകൾ തന്നെ കണ്ടെത്തേണ്ടി വരും, ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് ഈ മേഖല പോകും. ഇന്ന് സമൂഹത്തിൽ അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന, നടന്മാർക്കായാലും നടിമാർക്കായാലും ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അംഗീകാരം, ആ അംഗീകാരം നാളെ
ഇല്ലാതെയാവും. അതെല്ലാം ഭയന്നിട്ട് ആവാം പല നടിമാരും തങ്ങളുടെ നേർക്കുണ്ടായ പീഡന അനുഭവങ്ങൾ, നടന്മാരിൽ നിന്നുണ്ടായ അനുഭവങ്ങൾ, നിർമ്മാതാക്കളിൽ നിന്നുണ്ടായ അനുഭവങ്ങൾ, സംവിധായകരിൽ നിന്നുണ്ടായ അനുഭവങ്ങൾ, പ്രൊഡക്ഷൻ കൺട്രോളിൽ നിന്നുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ, അതെല്ലാം അവർ മൂടിവെക്കാൻ തയ്യാറാവുന്നത്. മാത്രമല്ല അവർക്ക് ലഭിക്കുന്ന പ്രതിഫലം, ആ പ്രതിഫലത്തിൽ നിന്ന് പോലും ആ പ്രതിഫലത്തിന്റെ പകുതിയിലധികം ഈ പ്രൊഡക്ഷൻ രംഗത്ത് നിൽക്കുന്ന ചില പേരുകളിൽ പ്രൊഡക്ഷൻ കൺട്രോളുന്ന ആ രംഗത്തെ പിടിമുറുക്കിയിട്ടുള്ള മറ്റ് മാഫിയ ഗ്രൂപ്പിൽപ്പെട്ടവരുമൊക്കെ പങ്കുവെച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പകുതി പോലും പ്രൊഡ്യൂസർ കൊടുക്കുന്ന പ്രതിഫലത്തിന്റെ പകുതി പോലും ഈ നടിമാർക്ക് പ്രത്യേകിച്ചും ജൂനിയർ ആർട്ടിസ്റ്റുകളായ നടിമാർക്ക്, എക്സ്ട്രാ നടിമാർക്കൊന്നും ലഭിക്കാറില്ല. എല്ലാത്തിനും കമ്മീഷൻ 20-30, ചിലപ്പോൾ 50% വരെ കമ്മീഷൻ ആ രംഗത്ത് നിൽക്കുന്ന മാഫിയകൾ പങ്കിട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല ഈ രംഗത്തിന് പ്രത്യേക മാഫിയ ഗ്രൂപ്പ് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അവരെ തൃപ്തിപ്പെടുത്തി അവരുമായിട്ട് വിലപേശി അവർക്ക് സംഭാവനകൾ എന്ന പേരിൽ അറിയപ്പെടുന്ന തുക അവർക്ക് കൊടുത്തെങ്കിൽ മാത്രമേ അവിടെ ഏത് നടന്റെ ഫാൻസ് ആണോ ആ നടന്റെ ഡേറ്റ് കിട്ടൂ. ഇതൊക്കെ എത്രയോ നാളായി മലയാള സിനിമ, മറ്റു ഭാഷകളിലെ സിനിമ മേഖലകളിലൊക്കെ ഇത് നടക്കുന്നുണ്ടാവാം. പക്ഷെ മലയാള സിനിമാ മേഖലയിൽ ഇത്രത്തോളം ക്രൂരമായി, ഇത്രത്തോളം ഭീകരമായ ഒരു അവസ്ഥ സൃഷ്ടിക്കാൻ ഇവർക്ക് കഴിഞ്ഞു, അല്ലെങ്കിൽ ഈ മാഫിയകൾക്ക് കഴിഞ്ഞു എന്നുള്ളത് വളരെ അത്ഭുതകരം. എത്രയും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, എണ്ണിയാൽ ഒടുങ്ങാത്ത സാംസ്കാരിക സംഘടനകൾ, സമുദായ സംഘടനകൾ, മതസംഘടനകൾ, വനിതാ സംഘടനകൾ, യുവജന സംഘടനകൾ, വിദ്യാർത്ഥി സംഘടനകൾ എന്നുവേണ്ട എല്ലാത്തിനും ആയിരക്കണക്കിന് സംഘടനകൾ പ്രവർത്തിക്കുന്ന കേരളത്തിൽ ഇതെല്ലാം നടക്കുന്നു എന്ന് പറയുമ്പോൾ എത്രത്തോളം സാംസ്കാരികമായി കേരളം അധപ്പതിച്ചിരിക്കുന്നു എന്നുള്ളതിന് വേറെ തെളിവിനെ അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല. ഇവിടെ വനിതാ സംഘടനകളുണ്ട്. എന്തിനും ഏതിനും സമരവുമായി രംഗത്തിറങ്ങുന്ന വനിതാ സംഘടനകൾ ചിലപ്പോൾ കുറ്റിച്ചൂലുമായിട്ടായിരിക്കും അവർ സമരത്തിന് വരുന്നത്, അല്ലെങ്കിൽ കലവും ചട്ടിയുമായിട്ടായിരിക്കും സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ അവർ സമരത്തിന് വരുന്നത്. ചില നിസ്സാരമായ കാര്യങ്ങൾക്ക് പോലും അവർ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ വന്ന് സമരം നടത്താറുണ്ട്. എന്നാൽ ഇത്ര ക്രൂരമായ സ്ത്രീ പീഡനം നടന്നിട്ട് അതിനെതിരെ എവിടെ നിന്നൊക്കെ അതിന്റെ ചില വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ പോലുള്ളവർ, വനിതാ മോർച്ച പോലുള്ള സംഘടനകളുടെ നേതാക്കന്മാര്, സംസ്ഥാന അധ്യക്ഷന്മാര് എന്നും അല്പമൊക്കെ പ്രതികരിച്ചതൊഴിച്ചാൽ മറ്റ് സംഘടനകളൊന്നും പ്രതികരിച്ചതായി അറിവില്ല. അവരെല്ലാം എന്തിനെയോ ഭയക്കുന്നു എന്നാണ് ഇതിനെല്ലാം അർത്ഥം. ഇത് തുറന്നു പോയാൽ സിനിമാ മേഖല ആകെ ഒരു വികലവുമായ ഒരു രംഗമായി, ഒരു മേഖലയായി അധപ്പതിക്കും. അത് ഉണ്ടാവാതിരിക്കുന്നതിന് ഇതുമായി ബന്ധപ്പെട്ടവർ, പ്രത്യേകിച്ചും അധികാരി വർഗങ്ങൾ ശ്രദ്ധിക്കണം. മാത്രമല്ല ഈ മാറ്റിവെക്കപ്പെട്ട 66 പേജുണ്ടല്ലോ, ആ 66 പേജാണ് ഇതിന്റെ ഹൃദയഭാഗം. ഈ 66 പേജിലാണ് സിനിമാ മേഖലയിലെ നടിമാരെ പീഡിപ്പിച്ചവരുടെ പേര് വിവരങ്ങളുള്ളത്. ആ 63 പേജിലാണ് ഈ പീഡനങ്ങളുടെ ബീഭത്സമായ രൂപം രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതെല്ലാം പുറത്തു വരണം. അതെല്ലാം നിങ്ങൾക്ക് എത്ര നാൾ മൂടി വയ്ക്കാൻ കഴിയും? 4 വർഷം മൂടി വെച്ചില്ലേ? എന്നിട്ട് അത് വെളിച്ചം കാണേണ്ട സാഹചര്യം, ഭൗതിക സാഹചര്യം, രാഷ്ട്രീയ സാഹചര്യം അത് സ്വയം സൃഷ്ടിക്കപ്പെട്ടില്ലേ? അതൊരു പ്രപഞ്ച നിയമമാണെന്ന് ഓർക്കുക. അതുകൊണ്ട് ഇതൊന്നും വളരെ നാൾ മൂടി വയ്ക്കാനാവില്ല. ഹേമ കമ്മീഷൻ 4.5 വർഷം മൂടി വെച്ചിട്ടും
അത് അതേപടി പുറത്തു വന്നില്ലെങ്കിലും 63 പേജ് ഒഴിച്ചുള്ള 295 63 പേജ് ഒഴിച്ചുള്ള പേജിലെ കാര്യങ്ങൾ ഇന്ന് ജനം ചർച്ച ചെയ്യപ്പെടുന്നില്ലേ? കേരളത്തിലെ മുഴുവൻ ജനങ്ങളും പ്രായ വ്യത്യാസമെന്ന് പിന്നെ വിദ്യാഭ്യാസത്തിന്റെ മേന്മ കൂടാതെ തന്നെ വിദ്യാഭ്യാസം ഉള്ളവരും ഇല്ലാത്തവരും, കർഷകരും കർഷക തൊഴിലാളിയും, യുവജനങ്ങളും വിദ്യാർത്ഥികളും, അധ്യാപകരും, എൻജിഒമാരും, ബിസിനസ്സുകാരും, ബിസിനസ് സ്ഥാപനങ്ങളിലെ ജോലിക്കാരും, ബിസിനസ് ഉടമകളും എല്ലാം ഒരുപോലെ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നില്ല ആ വിഷയങ്ങൾ. അവിടെയൊക്കെ ചർച്ചയിൽ ഏതെല്ലാം നടന്മാരുടെ ഏതെല്ലാം നടിമാരുടെ പേരുകളാണ് ഉയർന്നു വരുന്നത്, ഏതെല്ലാം സംവിധായകരുടെ പേരുകളാണ് ഉയർന്നു വരുന്നത്, ഏതെല്ലാം ക്യാമറാമാൻമാരുടെ പേരുകളാണ് ഉയർന്നു വരുന്നത്, ഏതെല്ലാം പ്രൊഡക്ഷൻ കൺട്രോളർമാരുടെ പേരുകളാണ് ഉയർന്നു വരുന്നത്, ഏതെല്ലാം ഇടനിലക്കാരുടെ പേരുകളാണ് ഉയർന്നു വരുന്നത്, മാഫിയ സംഘങ്ങളിലുള്ളവരുടെ പേരുകളെല്ലാം അല്ലെ ഇപ്പൊ അവരിൽ നിന്ന് പുറത്തു വരുന്നത്. ഇത് നല്ല ഒരു സാംസ്കാരിക അന്തരീക്ഷം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു സംസ്ഥാനത്തിനും ആ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിനും യോജിച്ചതല്ല. അതുകൊണ്ട് പരിമിതികൾ ഏറെയുണ്ടെങ്കിലും ആ മാറ്റിവെക്കപ്പെട്ട മൂടിവെക്കപ്പെട്ട 63 പേജും കൂടി ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കണം. ഇവിടെ ഒന്നും ഒളിച്ചു വെക്കാതെ ട്രാൻസ്പെറന്റായി എല്ലാം ജനങ്ങൾ അറിയണം. അതാണല്ലോ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ മേന്മ എന്ന് പറയുന്നത്. അത് ഹനിക്കപ്പെടരുത്, പ്രത്യേകിച്ച് കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത്. അതുകൊണ്ട് ഈ റിപ്പോർട്ടിൽ മേലധികാരികൾ, സർക്കാർ എന്ത് നടപടിയാണ് സ്വീകരിക്കാൻ പോകുന്നതെന്ന് ജനങ്ങൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആരുടെയും ഒരു പരാതി ലഭിക്കാതെ തന്നെ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കാമെന്നും നിയമ വിദഗ്ധർ ഇതിനകം തന്നെ ചൂണ്ടിക്കാണിക്കപ്പെട്ടിരിക്കുന്നു. അത് സർക്കാർ വളരെ ഗൗരവമായി കണക്കിലെടുക്കുകയും ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആരെല്ലാം എത്ര വലിയവരായാലും എത്ര ഉന്നതരായാലും ഏത് രാഷ്ട്രീയ നേതാവായാലും ഏത് സിനിമാ നടനായാലും ഏത് സിനിമാ പ്രൊഡ്യൂസറായാലും ഏത് സംവിധായകനായാലും അവരുടെ എല്ലാം പേര് നിയമ നടപടികൾ സ്വീകരിക്കുകയും അവരെയെല്ലാം നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണമെന്നും കേരളീയ ദർശൻ അതിശക്തമായി തന്നെ പ്രതികരിക്കുന്നു. നന്ദി, നമസ്കാരം.